ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Unit 4 The Happy Prince. The Pied Piper of Hamelin. The Pied Piper of Hamelin is a legend about the disappearance or death of a great number of children from the town of Hamelin, Lower Saxony, Germany, during the Middle Ages. മധ്യകാലഘട്ടത്തിൽ ജർമ്മനിയിലെ ഹാമലിൻ പട്ടണത്തിൽ നിന്ന് ഒരുപാട് കുട്ടികളെ കാണാതെ പോയതിനെക്കുറിച്ചുള്ള ഒരു പുരാണ കഥയാണ് പൈഡ് പൈപ്പർ ഓഫ് ഹാമലിൻ എന്ന് പറയുന്നത്. ഹാമലിൻ വാസ് എ സ്മോൾ ടൗൺ ഇൻ ജർമ്മനി. ജർമ്മനിയിലെ ഒരു ചെറിയ പട്ടണമാണ് ഹാമലിൻ. ദ ടൗൺ വാസ് ഫുൾ ഓഫ് റാറ്റ്സ്. പട്ടണം നിറയെ എലികളാണ്. They were in houses, inns, shops, schools and in every street. എലികൾ എവിടെയെല്ലാം ഉണ്ട്? വീടുകളിലും സത്രങ്ങളിലും കടകളിലും സ്കൂളുകളിലും ഓരോ തെരുവിലും നിറയെ എലികളാണ്. റാറ്റ്സ് became a serious problem. ഹാമലിൻ പട്ടണത്തിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ എലികളാണ്. Everyone wanted to find a solution for it. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. The mayor had often held meetings with the people of the town to discuss the problem. മേയർ ഇടയ്ക്കിടെ ടൗണിലെ ആളുകളെ മീറ്റിങ്ങിന് വിളിച്ചു വരുത്താറുണ്ട്, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി. In the beginning, they thought that cats would drive away the rats. ആദ്യമൊക്കെ അവർ വിചാരിച്ചിരുന്നത് പൂച്ചകൾ ഈ എലികളെ ഓടിച്ചു കളയുമെന്നായിരുന്നു. But it was very difficult to find large numbers of cats. പക്ഷേ ഇത്രയധികം പൂച്ചകളെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. They were in a real dilemma. അവരാകെ ധർമ്മസങ്കടത്തിലായി. One day, a stranger came to the town of Hamelin. ഒരു ദിവസം ഒരു അപരിചിതൻ ഹാമലിൻ പട്ടണത്തിലേക്ക് വന്നു. He carried a pipe with him. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. He had a stern look and walked straight to the mayor's office. അയാളെ കണ്ടാൽ ഒരു പരുഷമായ ആളെ പോലെയാണ് തോന്നിയത്. അയാൾ നേരെ മേയറുടെ ഓഫീസിലേക്ക് പോയി. He faced the mayor of Hamelin and said. മേയറിനെ അദ്ദേഹം കണ്ടു. എന്നിട്ട് മേയറോട് പറഞ്ഞു, It is well known across Germany that Hamelin has a problem of rats. ഹാമലിൻ പട്ടണത്തിൽ എലികളുടെ ശല്യമുണ്ടെന്ന് ജർമ്മനിയിലൊട്ടാകെ അറിയാം. I will get rid of all the rats. എല്ലാ എലികളെയും ഞാൻ ഒഴിപ്പിച്ചു തരാം. What would my reward be? നിങ്ങൾ എനിക്ക് എന്തു പ്രതിഫലം തരും? For a moment, the mayor was stunned. ഒരു നിമിഷത്തേക്ക് മേയർ അങ്ങ് ഞെട്ടിപ്പോയി. It was difficult for him to believe that a single man could do it. ഒരാളെ കൊണ്ട് ഈ നാട്ടിലെ എലികളെ മുഴുവൻ ഓടിക്കുക എന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിട്ട് മേയറിന് തോന്നി. 10,000 gold coins from our treasury if you can do as you promise, said the mayor. മേയർ എന്നിട്ട് എന്താണ് പറഞ്ഞത്? നീ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ട്രഷറിയിൽ നിന്ന് 10,000 ഗോൾഡ് കോയിൻ നിനക്ക് തരാം. The stranger nodded his head and said, In a day's time, Hamelin will have no rats. Nodded his head, തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം, സമ്മതമാണ്. In a day's time, Hamelin will have no rats. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഹാമലിൻ പട്ടണത്തിൽ ഇനി ഒരു എലി പോലും ഉണ്ടാവില്ല. ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ചെയ്യാമെന്ന് പറഞ്ഞ് സ്ട്രേഞ്ചർ പോയി. The stranger walked out into the street, pulled out his pipe and started playing it. എന്നിട്ട് എന്താണ് ചെയ്തത്? ഓരോ തെരുവിലൂടെയും സ്ട്രേഞ്ചർ നടന്നു,
കയ്യിലുണ്ടായിരുന്ന പൈപ്പ് പുറത്തെടുത്ത് അത് വായിക്കാനായിട്ട് തുടങ്ങി. An airy sound floated in the air. ഒരു ഭീതിതമായ പ്രത്യേക തരത്തിലുള്ള ശബ്ദം അവിടെ വായുവിലെങ്ങും പരന്നൊഴുകി. People of Hamelin could not hear the beautiful tone from every corner of Hamelin and were paralyzed by the enchanting music. ആ കുഴലൂത്തുകാരന്റെ കുഴലിൽ നിന്നു വരുന്ന മാസ്മരികമായ ആ സംഗീതം അത് കേട്ടിട്ട് ഹാമലിനിലെ ആളുകളെല്ലാം നിശ്ചലരായി നിന്നു. All of a sudden there was a whirring noise. Thousands of rats came all the way from various directions. പൈഡ് പൈപ്പറുടെ സംഗീതം കേട്ടതും പെട്ടെന്ന് തന്നെ പല ഭാഗത്തു നിന്നായി എലികൾ ഉരുണ്ടുവരണ്ടു വരുന്ന ശബ്ദം കേട്ടു. They followed the piper. അവരെല്ലാവരും ആ പൈപ്പറിനെ, കുഴലൂത്തുകാരനെ ഫോളോ ചെയ്തു. It seemed that the rats were mesmerized by the delightful music of the pipe. എലികളെല്ലാം കുഴലൂത്തുകാരന്റെ ആ മാസ്മരിക സംഗീതത്തിൽ ലയിച്ചതുപോലെ കാണപ്പെട്ടു. The stranger headed towards the sea. സ്ട്രേഞ്ചർ എങ്ങോട്ടാണ് നടന്നുപോയത്? കടലിനു നേർക്ക് നടന്നുപോയി. With all the rats of Hamelin behind him. ഹാമലിൻ പട്ടണത്തിലെ മുഴുവൻ എലികളും അയാളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. It was an extraordinary sight for the folks of Hamelin. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്യപൂർവ കാഴ്ചയായിരുന്നു ഹാമലിൻ പട്ടണത്തിലെ ജനങ്ങൾക്കത്. എലികളെല്ലാവരും പൈഡ് പൈപ്പറിന്റെ പിന്നാലെ പോകുന്നു. The stranger played the pipe continuously and walked right into the sea. ആ സ്ട്രേഞ്ചർ നിർത്താതെ അദ്ദേഹത്തിന്റെ കുഴലൂതിക്കൊണ്ട് നേരെ കടലിന് നേർക്ക് നടന്നു. The rats followed him in large numbers and all of them were caught by the waves. കടലിനടുത്തെത്തിയപ്പോഴോ എല്ലാ എലികളും തിരമാലകൾക്കിടയിൽപ്പെട്ടു. Which dragged them into the sea. തിരമാലകൾ ആ എലികളെ മുഴുവനും കടലിലേക്ക് കൊണ്ടുപോയി. All the rats of Hamelin were drowned. ഹാമലിൻ പട്ടണത്തിലെ എലികളെല്ലാം കടലിൽ മുങ്ങിപ്പോയി. The strange piper thus got rid of all the rats. He kept his word. അങ്ങനെ ആ സ്ട്രേഞ്ച് പൈപ്പർ, അപരിചിതനായ ആ പൈപ്പർ എലികളെയെല്ലാം ഹാമലിൻ പട്ടണത്തിൽ നിന്ന് ഒഴിപ്പിച്ചു. അയാൾ മേയർക്ക് കൊടുത്ത വാക്കും അത് തന്നെയായിരുന്നു. ആ വാക്ക് അയാൾ പാലിച്ചു. The stranger approached the mayor for his reward. എന്നിട്ട് പ്രതിഫലത്തിനായി അയാൾ മേയറെ സമീപിച്ചു. The mayor and the townspeople enjoyed watching the bizarre sight. മേയറും ഹാമലിൻ പട്ടണത്തിലെ ജനങ്ങളും ആ വിചിത്രമായ കാഴ്ച കണ്ട് ആസ്വദിച്ചു നിന്നു. But the mayor had changed his mind. വിചിത്രമായ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ചു നിന്നു. എലികളുടെ ശല്യമെല്ലാം തീർന്നു. അത് കഴിഞ്ഞപ്പോഴോ മേയറുടെ മനസ്സും മാറി. When the stranger went to him, he said, "It is a wonderful task you have accomplished. But isn't 10,000 gold coins a hefty reward for a day's work?" വളരെ ആശ്ചര്യകരമായ ഒരു ടാസ്കാണ് നിങ്ങൾ നിറവേറ്റിയത്. എങ്കിലും ഒരു ദിവസത്തെ ജോലിക്ക് പ്രതിഫലമായി 10,000 ഗോൾഡ് കോയിൻ എന്നത് അല്പം കൂടുതലല്ലേ എന്ന് മേയർ പറഞ്ഞു. I will pay you 500 gold coins. ഞാൻ നിനക്ക് 500 സ്വർണ്ണ നാണയം തരാം. The stranger looked at the mayor and then walked out. സ്ട്രേഞ്ചർ മേയറിനെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് നടന്നുപോയി. In the street, he pulled out his pipe again and started playing it. എന്നിട്ടോ തെരുവിലെത്തിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ പൈപ്പ് വീണ്ടും പുറത്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? അതിലൂടെ വായിക്കാൻ തുടങ്ങി, കുഴലൂതാൻ തുടങ്ങി. This time it was a different sound, but airy as well. All the children of Hamelin started to follow the stranger. ഇത്തവണ അദ്ദേഹം വായിച്ചത് ആദ്യം വായിച്ചതിനേക്കാൾ വ്യത്യസ്തമായ ഒരു രീതിയിലായിരുന്നു. പക്ഷേ ആദ്യത്തേതുപോലെ തന്നെ മാസ്മരികമായ ഒരു സംഗീതമാണ് അദ്ദേഹത്തിന്റെ പൈപ്പിലൂടെ ഒഴുകി വന്നത്. ഇത് കേട്ടപ്പോഴോ all the children of Hamelin started to follow the stranger. ഹാമലിൻ പട്ടണത്തിലെ എല്ലാ കുട്ടികളും അദ്ദേഹത്തിന്റെ ഈ സംഗീതം കേട്ടപ്പോൾ അദ്ദേഹത്തെ പിന്തുടർന്നു. He walked out of town and disappeared into the mountains. എന്നിട്ടോ അയാൾ
പട്ടണത്തിന് പുറത്തേക്ക് നടന്നുപോയി. ആൻഡ് ഡിസപ്പിയർഡ് ഇൻ ടു ദ മൗണ്ടൻസ്, മലകൾക്കിടയിൽ അപ്രത്യക്ഷനായി. ദ ചിൽഡ്രൻ ഫോളോഡ് ഹിം, കുട്ടികളും അയാളെ പിന്തുടർന്നു. ദർ പാരൻസ് വെപ്റ്റ്, അവരുടെ മാതാപിതാക്കൾ എല്ലാവരും കരഞ്ഞു. വേർ ഹാഡ് ദ സ്ട്രേഞ്ചർ ടേക്കൺ ദർ ചിൽഡ്രൻ, അവരുടെ കുട്ടികളെ ആ അപരിചിതൻ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ദേ കംപ്ലൈൻ ടു ദ മേയർ, അവർ മേയറോട് പരാതി പറഞ്ഞു. ബട്ട് ഹി വാസ് ഹെൽപ്ലെസ്, പക്ഷെ അയാൾ നിസ്സഹായനായിരുന്നു. ഹി ഫെൽറ്റ് ഗിൽറ്റി ദാറ്റ് ഹി ഹാഡ് ബീൻ ഡിസോണസ്റ്റ് വിത്ത് ദ സ്ട്രേഞ്ചർ, ആ സ്ട്രേഞ്ചറോട്, പൈഡ് പൈപ്പറോട് ആത്മാർത്ഥത കാണിക്കാത്തതിൽ മേയർക്ക് കുറ്റബോധം തോന്നി. ചെക്ക് ഹൗ വെൽ യു ഹാവ് റെഡ്. The following are the main events of the story. Write the sub-events connected to them. കഥയിലെ മെയിൻ ഈവൻസ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെ സബ് ഈവൻസ് നമ്മൾ എഴുതി ചേർക്കണം. The town of Hamelin is full of rats. ഹാമലിൻ പട്ടണം നിറയെ എലികളാണ്. സബ് ഈവൻസ് എന്താണ്? Everyone wanted to find a solution for it. The mayor had often held meetings with the people to discuss the problem. എല്ലാവർക്കും അതിന് പരിഹാരം കാണണമായിരുന്നു. പരിഹാരം കാണുന്നതിനായി മേയർ അടിക്കടി ആളുകളെ മീറ്റിങ്ങിന് വിളിച്ചു ചേർക്കുമായിരുന്നു. അടുത്തതോ, എ സ്ട്രേഞ്ചർ അറൈവ്സ് അറ്റ് ഹാമലിൻ. ഹാമലിൻ പട്ടണത്തിൽ ഒരു അപരിചിതൻ വന്നെത്തി. ബാക്കി എന്താണ്? He went to the mayor's office and promised to get rid of all the rats. അയാൾ എവിടേക്കാണ് പോയത്? മേയറിന്റെ ഓഫീസിലേക്കാണ് പോയത്. ആൻഡ് promised to get rid of all the rats, എല്ലാ എലികളെയും ഒഴിപ്പിക്കാമെന്ന് വാഗ്ദാനവും ചെയ്തു. അടുത്തത് എന്താണ്? The mayor offers 10,000 gold coins. മേയർ 10,000 ഗോൾഡ് കോയിനാണ് ഓഫർ ചെയ്തത്. പിന്നെ എന്താണ് ഉണ്ടായത്? The stranger played his pipe. സ്ട്രേഞ്ചർ അദ്ദേഹത്തിന്റെ പൈപ്പ് വായിച്ചു. ഹാമലിൻ പാരലൈസ്ഡ് ബൈ ദ എൻചാന്റിംഗ് മ്യൂസിക്. ആ സംഗീതത്തിൽ ഹാമലിൻ നിശ്ചലമായി നിന്നു. Thousands of rats followed him. ആയിരക്കണക്കിന് എലികൾ അദ്ദേഹത്തെ പിന്തുടർന്നു. All the rats of Hamelin were drowned. ഹാമലിനിലെ എല്ലാ എലികളും മുങ്ങിപ്പോയി. അടുത്തത് എന്താണ്? The stranger plays his pipe the second time. രണ്ടാം തവണയും സ്ട്രേഞ്ചർ അദ്ദേഹത്തിന്റെ പൈപ്പ് വായിച്ചു, കുഴൽ വായിച്ചു. അപ്പോഴെന്താണ് ഉണ്ടായത്? All the children of Hamelin started to follow the stranger. ഹാമലിനിലെ എല്ലാ കുട്ടികളും അദ്ദേഹത്തെ പിന്തുടർന്നു. The stranger walked out of town and disappeared. സ്ട്രേഞ്ചർ പട്ടണത്തിന് പുറത്തേക്ക് നടന്നു പോവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.